ഇത് ഞാൻ ഇന്നലെ കഴുകിയിട്ട ടവലാട്ടോ. മഴ ആയതുകൊണ്ടൊന്നും ഉണങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ വെയിൽ കണ്ടപ്പോഴത്തേക്ക് എടുത്ത് വെയിലത്തിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഇത് എടുത്തപ്പോഴത്തേക്ക് ഇതിനകത്ത് തുരുമ്പ് കയറി പിടിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു സ്റ്റാൻഡിനകത്ത് എടുത്തിട്ടിരുന്നതാണ് കേട്ടോ. ഉണങ്ങാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു തുരുമ്പെല്ലാം ഇതിനകത്ത് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൈയോടെ അതൊന്ന് കഴുകിയിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മോളെ കുളിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ചൂടാക്കാൻ വേണ്ടി വെച്ച കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇത് കണ്ടത് കേട്ടോ. നല്ലതാണ് കേട്ടോ ഈ ലാമ്പ്. ഇത് നമുക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടേ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നല്ല തീ വരും കേട്ടോ. അതുമാത്രമല്ല ഇത് നമുക്ക് ചാർജ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചാർജ് തീരുമ്പോൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളി റൈറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ പോയി മോളെ കുളിപ്പിച്ചതിന് ശേഷം പിന്നീട് വന്ന് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തു പോകാൻ ഇറങ്ങി. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, അമ്മയുടെ കുടുംബ വീട്ടിലോട്ടാണ് പോകുന്നത്. അതായത് അമ്മയുടെ അമ്മയെ കാണാനും പിന്നെ അമ്മയുടെ ആങ്ങളെ കാണാനൊക്കെ പോകുന്നുണ്ട്. അമ്മയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പോയി കാണാമെന്ന് കരുതി. മോള് ജനിച്ചതിന് ശേഷം നമ്മളിങ്ങോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്, കായംകുളത്തോട്ട്. അപ്പോൾ വരുമ്പം വല്യമ്മച്ചിയെ കൊണ്ടുവന്ന് മോളെ കാണിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഫംഗ്ഷൻ നമുക്കിതിൻ്റെ ഇടയിൽ വന്നത്. അപ്പോൾ എന്നാൽ ആ ഒരു ഫംഗ്ഷന് വരുമ്പോൾ എല്ലായിടത്തും പോകാമെന്നും പറഞ്ഞിട്ടാട്ടോ ഈ ഒരു സമയത്ത് വന്നത് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ഉണ്ട്. വണ്ടിയിൽ കയറിയപ്പം തൊട്ട് തന്നെ ആദ്യം ഋതു ആണെങ്കിൽ ഇങ്ങനെ മൂത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഋതുവിനാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും കറങ്ങാനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സമയത്ത് അനങ്ങാതെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ ആൾ കേൾക്കത്തേയില്ല, കരഞ്ഞിട്ടേ ഇരിക്കും കേട്ടോ പാല് കൊടുക്കുന്നവരെ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ വല്യമ്മച്ചിയുടെ കടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സ്വന്തം ചേട്ടത്തിയായിട്ടോ. അങ്ങനെ അവിടെ ഒരു ബേക്കറി പോലെയാണ്. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ട് നമുക്ക് വല്യമ്മച്ചീനെ കാണാം, അതായത് അമ്മയുടെ അമ്മയൊക്കെ കാണാൻ വേണ്ടി പോകാമെന്ന് കരുതി. അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ വല്യമ്മച്ചീനെ മോളെ ഒന്ന് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇടയ്ക്ക് വെച്ചിട്ട് വന്നിട്ട് പോയാണ് കേട്ടോ. മോള് ജനിച്ച സമയത്ത് വല്യമ്മച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പിന്നെ കറ്റാനത്തോട്ട് പോയി. കറ്റാനത്താണ് കേട്ടോ വല്യമ്മച്ചിയുടെയൊക്കെ, അതായത് അമ്മയുടെയൊക്കെ വീട്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ എപ്പോഴും മിക്ക സമയത്തും പിള്ളേരിന്നിങ്ങനെ കളിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ മാമിയുടെ അടുത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വല്യമ്മച്ചിയെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ വല്യമ്മച്ചിയെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ആൾക്ക് തീരെ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്തോ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും ഉള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് വല്യമ്മച്ചിയുടെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ എന്തോ അങ്ങോട്ട് ഒരു വിഷമം തോന്നിയതുകൊണ്ട് പിന്നെ എടുത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഋതുവിന് ഭയങ്കര കരച്ചിലായിരുന്നു പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ചെന്നതിന് പാലൊക്കെ കൊടുത്തിട്ടു ഞങ്ങൾ പിന്നെ അടുത്തടുത്തോട്ട് വന്നു. ഇവിടെ എല്ലാം അടുത്തടുത്ത് ഇങ്ങനെ എല്ലാവരും താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ കയറി ഒരു മാമൻ്റെയും മാമിയുടെയും വീട്ടിൽ കയറി കണ്ടതിന് ശേഷം ഇവിടെ ഈ ഒരു വയലാട്ടോ ഭയങ്കര രസമാണ്. അപ്പം അനിയത്തി പറയുമായിരുന്നു ഇവിടെ വന്നിരുന്ന് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ. അങ്ങനെ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് കുറേ ചെടികൾ നമ്മുടെ അവിടെ കൊണ്ട് നടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാട്ടോ. ഇവിടെ മാമനൊക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെയും കുറച്ച് നേരം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ പിന്നെ ഞങ്ങൾ പിന്നെ മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതായത് അമ്മയുടെ ആങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തി കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി നിർത്തി കേട്ടോ. കുഞ്ഞൊരു കടയാണ്, പക്ഷെ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. എല്ലാത്തരം ഫ്രൂട്ട്സുകളുണ്ട്, അതും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നും ഇതൊക്കെ എന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എള്ളുണ്ടയാണ് കേട്ടോ, ഈ ഒരു കറുത്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു എള്ളുണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ടൈപ്പേ അല്ല കേട്ടോ, ഇതൊരു വേറെ മാതിരിയാണ് ഇരിക്കുന്നത്. എള്ളുണ്ടെന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് മനസ്സിലായത്, ഇല്ലെങ്കിൽ അത് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താണെന്ന്, പിന്നെയാണ് എഴുതി വെച്ചേക്കുന്നത് കണ്ടത് തന്നെ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു, മാമൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു.
വന്നപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാമന് വയ്യാത്തതുകൊണ്ട് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുകൊണ്ട് എല്ലാവരെയും കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാമനെ നിങ്ങൾ ഇതിന് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇതിന് മുന്നേയുള്ള വീഡിയോസിനകത്ത് മാമനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ പിന്നെ തകർത്ത് ഗെയിം കളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരാൾ തകർത്ത് ജ്യൂസ് അടി നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ യൂട്യൂബർ, ഭയങ്കര ഫേമസ് ആയ, എപ്പോഴും മറ്റുള്ളവരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഷാലി ശശിധരൻ വിത്ത് ഹർ നാത്തു. ഇത് തന്നെ ഒരുപാട് അധികമാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് മാറി വന്നിട്ട് ഒക്കെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഉണ്ണിക്കുട്ടനാണെങ്കിൽ എല്ലാവരെയും കൊണ്ട് ഗെയിം കളിപ്പിക്കുകയാണ്. അവനിങ്ങനെ എല്ലാവർക്കും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് കളിക്കും കേട്ടോ ഗെയിം. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ജ്യൂസൊക്കെ തന്നു. ഞങ്ങളങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് മിച്ചറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മോള് പിന്നെ എല്ലാവരുടെ കയ്യിലും പോവും. ആദ്യക്കുട്ടനാണെങ്കിൽ അങ്ങനെ എല്ലാവരുടെ കയ്യിലൊന്നും പോയില്ല കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര നിർബന്ധം പിടിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നതുകൊണ്ട് ആരിലും വന്ന് എടുക്കാൻ വരുമ്പോഴേ ഞങ്ങൾ പറയും ദൈവത്തെ ഓർത്ത് എടുക്കല്ലേ. കാരണം പിന്നെ അവൻ കരച്ചിട്ട് നിർത്തത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് നേരെ പിന്നെ ഇതാ ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോയി. ഇന്ന് അനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അനു അറിയാതെ ഞങ്ങൾ കേക്കൊക്കെ നേരത്തെ ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നതാണ് അനിയത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് മേടിക്കാൻ പോകുന്ന ആ ഒരു സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൾ കൂടെ ഉള്ളതുകൊണ്ട് എന്തായാലും അറിയുമല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ ചെന്ന് കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ അറിഞ്ഞത് തന്നെ. കേക്ക് മേടിക്കാൻ പോകുന്ന നേരത്ത് കുറേ ഞങ്ങൾ ചുറ്റിയാട്ടോ. കാരണം ലൊക്കേഷൻ അവർ അയച്ചു തന്നത് ആ ഒരു രീതിയിലാണ് പോയത്. എങ്ങോട്ടേക്കോ ചെന്ന് കയറി രാത്രിയും കൂടെ ആയതുകൊണ്ട് വഴിയൊക്കെ കറക്റ്റായിട്ട് അറിയുന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും അവസാനം നമുക്ക് കേക്ക് കിട്ടി. കേക്ക് കൊണ്ട് നേരെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ നേരെ കൈയോടെ അങ്ങ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഋതുട്ടൻ പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. എല്ലാവരും ഇങ്ങനെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യക്ക് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ അനുവിനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അങ്ങനെ പിന്നെ ഇതാ പിന്നെ ഡ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടില്ല, എന്നാലും അടിപൊളിയായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ വേണ്ടി ഇട്ടുന്നപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഋതുട്ടൻ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്, നിർബന്ധമൊക്കെ ഉണ്ടോ, ബഹളമൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടൊക്കെ പോവുകയാണ്. നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആളും കൊണ്ട് നന്നായിട്ട് ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കും. വീട് മാറിയതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് എന്താ എനിക്ക് ഉറക്കമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവള് അവിടെ വെച്ചിട്ട് അങ്ങനെ അധികം ഉറങ്ങത്തില്ല. എന്നോട് ഇവിടെ വന്നിപ്പം ഇതും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല തലവേദന എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ടോപ്പ് ഞാൻ ഓൺലൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ടോപ്പാണ്. പക്ഷേ എനിക്കിതിൻ്റെ സ്ലീവ് നന്നായിട്ട് ഇറങ്ങി കിടക്കുന്നത് കാരണം പിന്നെ ഞാനിത് റിട്ടേൺ കൊടുത്തു. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.